ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ, ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ പച്ചത്തുരുത്ത് നിർമ്മാണത്തിന് തുടക്കം. അങ്കമാലി നഗരസഭ 3-ാം വാർഡിൽ മാഞ്ഞാലിത്തോടിന്റെ കരയിൽ നിർമ്മിച്ചിട്ടുള്ള ആരോഗ്യപാതയ്ക്ക് തണലേകും വിധം 3 കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്ത് ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെ 400 വൃക്ഷത്തൈകൾ നട്ടുരൂപപ്പെടുത്തുന്ന പച്ചത്തുരുത്ത് നിർമ്മാണം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി നഗരസഭ തൊഴിലുറപ്പ് പദ്ധതി ഹരിതകേരള മിഷൻ സങ്കൽപ്പ് തരു ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കന്നുകാലികൾ നശിപ്പിക്കാതിരിക്കാൻ വൃക്ഷത്തൈകളെല്ലാം ഇരുമ്പ് വല കൊണ്ടുള്ള സംരക്ഷണ കവചം സ്ഥാപിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. തൈകൾ വളർന്ന് വലുതാകുന്നവരെയുള്ള പരിപാലന ദൗത്യം നഗരസഭ നിർവഹിക്കും. രാജ്യത്തുടനീളം സർക്കാർ വക തരിശുഭൂമികൾ കണ്ടെത്തി ഹരിതാപമാക്കുന്ന സങ്കൽപ്പ് തരു ഫൗണ്ടേഷന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പച്ചത്തുരുത്ത് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു. സങ്കൽപ്പ് തരു ഫൗണ്ടേഷന്റെ ഗ്രൗണ്ട് കോർഡിനേറ്റർ വജ്രവേലു മുഖ്യാതിഥിയായിരുന്നു. ഹരിതകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി പദ്ധതിയുടെ പ്രാധാന്യവും നടത്തിപ്പും വിശദീകരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പോൾ ജോവർ, ജാൻസി അരീകൽ, ജസ്മി ജിജോ, ലെക്സി ജോയ്, ജിത ഷിജോയ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ TY ഏലിയാസ്, കൗൺസിലർമാരായ സന്ദീപ് ശങ്കർ, ബാസ്റ്റിൻ ഡി പാറക്കൽ, ലിലി ജോയ്, ലിസി പോളി, ഷേനി മാർട്ടിൻ, PN ജോഷി, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പത്താടൻ, ക്ലീൻ സിറ്റി മാനേജർ അനിൽ ആർ, ഹരിതകേരള മിഷൻ കോർഡിനേറ്റർ ശാലിനി ബിജു, സങ്കൽപ്പ് തരു ഫൗണ്ടേഷന്റെ സ്പെഷ്യലിസ്റ്റ് ലക്ഷ്മി ഇളയടത്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി പ്രദീപ്, കില കോർഡിനേറ്റർ P ശശി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.